നമസ്കാരം. പ്രധാന വാർത്തകൾ. നിപ്പ വ്യാപനം തടയുന്നതിന് കർശനവും സൂക്ഷ്മവുമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവ്. വ്യാജ പ്രചരണവും പ്രസ്താവനകളും നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പരക്കെ പ്രതിഷേധം. പാലക്കാട് DMO ഓഫീസിലേക്കും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂരിൽ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ്. തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും മുഖ്യ ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം. ജൂലൈ 9 ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി സീനിയർ സിറ്റിസൺസ് ആൻഡ് പെൻഷനേഴ്സ് ജോയിന്റ് ആക്ഷൻ കൗൺസിൽ. ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച്. വാണിയംകുളത്ത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. നിലംപൊത്തിയത് സംസ്ഥാന പാതയോരത്ത് മാന്നന്നൂർ റോഡിനു സമീപത്തെ പച്ചക്കറിക്കട പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടം. ആളപായമില്ല. വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ടു മാത്രം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ അപ്രയം കാലം ചെയ്തു. വിട പറഞ്ഞത് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മുതിർന്ന മെത്രാപ്പൊലീത്ത. ഖബറടക്കം ജൂലൈ 10. വാർത്തകൾ വിശദമായി. നിപ്പ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവാണ്. വ്യാജ പ്രചരണമോ പ്രസ്താവനകളോ നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അത് നമ്മുടെ സുശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് പാലക്കാടും നമ്മൾ അതാണ് ശ്രമിക്കുന്നത്. വ്യാപനം ഒരു കാരണവശാലും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുകയും വ്യാപിക്കാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായിട്ടുള്ള, ഇന്ന് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. നിപ്പ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിച്ചാൽ ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പം നിപ്പ എപ്പോഴാണ് പകരുന്നത്, രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് വ്യാപിക്കുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളതും ഈ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിലാണ് രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നിപ്പ രോഗം പകരുന്നതിന് വേണ്ടി, വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉള്ളത്, ഏറ്റവും കൂടുതലുള്ളത്, ഹൈ പ്രോബബിലിറ്റി ഉള്ളത് അപ്പോഴാണ്. അപ്പോൾ ആ ദിവസം ഏതാണ് എന്നുള്ളത് ഒരു 1-ാം തീയതി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾക്ക് അടുപ്പിച്ചാണ് ഉള്ളത്. അത് നോക്കിയാൽ നമുക്കിപ്പോൾ വരുന്ന ഓരോ ആർക്കെങ്കിലും പനി ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അങ്ങനെ വരുന്ന ഓരോ കേസും വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ സാമ്പിൾ പരിശോധനയിലൂടെ അത് കണ്ടെത്താനായിട്ട് കഴിയും. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ. ആ നിലയിലാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ 173 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 100 പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും 73 പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമാണ്. 52 പേർ ഹൈ റിസ്കിലും 48 പേർ ലോ റിസ്കിലുമുള്ളവരാണ്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച 38-കാരിയായ തച്ചനാട്ടുകര സ്വദേശിനി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. രോഗിക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡി ആദ്യ ഡോസ് നൽകിയിരുന്നു. 2ാമത്തെ ഡോസും നൽകി. ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവാണ്. 4 പേരുടെ സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് പരിശോധിക്കും. രോഗബാധ സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ പ്രദേശം കണ്ടെയ്ൻമെൻറ് സോൺ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ കൃത്യവും വ്യക്തവുമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മന്ത്രി അറിയിച്ചു. നിപ്പ രോഗബാധയിൽ ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോഴാണ് വ്യാപനം കൂടുതലായി നടക്കുന്നത്. ജൂലൈ 1 മുതൽ നിർണായകമായി പരിഗണിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടെ മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ മൂലം മരണപ്പെട്ട വ്യക്തികളുടെ രോഗകാരണങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു സാധാരണ എൻകഫലൈറ്റിസ്, റൊട്ടീൻ എൻകഫലൈറ്റിസ് കേസുകൾ നിപ്പ പരിശോധിക്കും. മസ്തിഷ്ക ജ്വരം വന്നാൽ നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിപ്പ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടും.
അപ്പോൾ മസ്തിഷ്ക ജ്വരം നമ്മൾ നോക്കുന്നത് മറ്റ് സ്പ്രെഡുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓരോ മരണവും എന്താണ് കോസ് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ വകുപ്പ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റ് വ്യാപനങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അത് ചെയ്യും, അതെല്ലായിടത്തും ചെയ്യുന്നു. ജില്ലയിൽ ഫീൽഡ് സർവൈലൻസ് ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികളും മാസ്ക് ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളും എത്തിക്കുന്നുണ്ട്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചു വന്നാലും ഇവിടെ ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാജ പ്രചരണമോ പ്രസ്താവനകളോ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DMO ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന് വനിതാ പ്രവർത്തക കളക്ടറേറ്റിനകത്തു കടന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റിയ പ്രവർത്തകരെ മറ്റ് പ്രവർത്തകർ പോലീസിന് മുന്നിൽ വെച്ച് പിടിച്ചിറക്കി. BJP തീരുമാനിച്ചാൽ ഒരു മന്ത്രിയും കേരളത്തിൽ വഴി നടക്കില്ലെന്നും DYFI SFI സംഘടനകളുടെ രക്ഷാപ്രവർത്തനത്തെ അതേ രീതിയിൽ നേരിടുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. സമരം നടത്താൻ വന്നവരാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. ഞങ്ങൾ വഴിപാട് സമരത്തിന്റെ ആളുകളല്ല. ഞങ്ങൾ നിശ്ചയിച്ചു വന്നാൽ ആ സമരം നടത്തി അതിന്റെ ലക്ഷ്യം കണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങൂ. അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയോഗിക്കാം. അതിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. രണ്ട്, വീണ ജോർജ് ആരോഗ്യമന്ത്രി ഇന്ന് പാലക്കാട്. നാളെ ചിലപ്പോ BJPക്കാർ വീണ ജോർജിനെ തടയാൻ വന്നില്ല എന്നായിരിക്കും. ഞങ്ങൾ ശ്രീമതി വീണ ജോർജിനെ തടയാൻ തീരുമാനിച്ചിട്ടില്ല പാലക്കാട്. ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ വീണ ജോർജ് അവിടെ മെഡിക്കൽ കോളേജിന്റെ അകത്തേക്ക് കയറാനുള്ള അവസരം പോലും ശ്രീമതി വീണ ജോർജ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കോൺഗ്രസ്സുകാരായതുകൊണ്ട് സാധിക്കും. DYFIക്കാർ അവരെ പേടിപ്പിച്ച് അവിടെ നിർത്തിക്കൊണ്ട് ഞങ്ങളോട് വേണ്ട. കളക്ടറേറ്റിൽ പ്രവേശിക്കാൻ BJP പ്രവർത്തകർ ശ്രമിച്ചത് ബലപ്രയോഗത്തിലൂടെ പോലീസ് പ്രതിരോധിച്ചു. സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് വനിതാ പ്രവർത്തക ഗേറ്റിൻ്റെ മുൻവശത്ത് ബാരിക്കേഡ് മറികടന്നത്. ഇതിനിടയിൽ ചില പ്രവർത്തകരെ പോലീസ് ബസ്സിൽ കയറ്റിയെങ്കിലും മറ്റ് പ്രവർത്തകർ പിടിച്ചിറക്കി. ഉദ്ഘാടന പ്രസംഗത്തിനിടയിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷമുണ്ടാക്കി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ബസ്സും പ്രവർത്തകർ തടഞ്ഞിട്ടു. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ സ്മിതേഷ്, ഓമനക്കുട്ടൻ, പ്രഭാകരൻ, ഷൺമുഖൻ, അശ്വതി മണികണ്ഠൻ, മധു, അഞ്ജു, ഉഷ ബാലചന്ദ്രൻ, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP നടത്തിയ തൃശൂർ മെഡിക്കൽ കോളേജ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. സമരം BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ, ഇത് അതിശക്തമായ സമരമാണ്. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വീണ ജോർജ് രാജിവെക്കണമെന്നാണ്. വീണ ജോർജ് രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാവും എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് വേണ്ടി വന്നാൽ വീണ ജോർജിനെ കേരളത്തിന്റെ തെരുവീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി
നടക്കാനും ഇരിക്കാനും കാറിൽ സഞ്ചരിക്കാനും അനുവദിക്കില്ല. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. ആശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിൽ പോലീസ് മാർച്ച് തടഞ്ഞു. BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ഉല്ലാസ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ചിനെ തുടർന്ന് സ്വരാജ് റൗണ്ടിൽ ഗതാഗതം സ്തംഭിച്ചു. റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ ഒടുവിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. DMO ഓഫീസിന് സമീപം കോളേജ് റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. സമരം KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനെ തുടർന്ന് കോളേജ് റോഡിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ബാരിക്കേഡ് മറച്ചിട്ട പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളത്തെ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. പച്ചക്കറി കട പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് നിലംപൊത്തിയത്. ആളപായമില്ല. ഇന്നുച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് സംഭവം. കടയിലുണ്ടായിരുന്ന ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മാന്നനൂർ റോഡിന് സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗമാണ് തകർന്നു വീണത്. വാണിയംകുളം മാന്നനൂർ റോഡിനരികിലുള്ള കടയുടെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. വൈകുന്നേരത്ത് ഈ സൈഡിൽ നിന്ന് വിള്ളൽ കണ്ടു. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വിള്ളൽ കൂടുതൽ കണ്ടതിന് ശേഷം നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ അത് പൊട്ടിച്ചാടാൻ സാധ്യത ഉണ്ട്, അപ്പോൾ ഏത് നിമിഷം പൊട്ടിച്ചാടും. അതുകൊണ്ട് അതിന് മുൻകരുതലെടുത്ത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നിരുന്നത്. പിന്നെ അവർ പൊട്ടിച്ചാടുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നിട്ടായിട്ട് നിങ്ങളെ പ്രാവശ്യം പൊട്ടും ചീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അവർ മാറി പരമാവധി സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറ്റാൻ കഴിയും. ആളപ്പായല്ലാതെ ഇതിൽ അവസാനിക്കും. സംഭവ സമയത്ത് കടയ്ക്കുള്ളിൽ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പൊട്ടിവീഴുന്ന ശബ്ദം കേട്ടതോടെ ജീവനക്കാർ മാറി നിന്നു. ഇതോടെ വലിയ അപകടം ഒഴിവായി. കെട്ടിടത്തിന്റെ ശേഷിച്ച ഭാഗങ്ങളും നിലംപൊത്താറായ അവസ്ഥയിലാണ്. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ അടിയന്തരമായ അവശിഷ്ട ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വില്ലേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാണിയംകുളം ടൗണിൽ ഏറെക്കാലം പഴക്കമുള്ളൊരു കെട്ടിടമാണ്. അത് ഇടിഞ്ഞു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് അപകടം പരിക്കൊന്നും പറ്റിയിട്ടില്ല. അത് അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കാൻ ആവശ്യമായ നിർദ്ദേശം പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വാണിയംകുളം TRK ഹൈസ്കൂളിലേക്കുള്ള വഴിയാണിത്. ഇതിലെയാണ് കുട്ടികൾ നടന്നു വരിക. ഈ സാഹചര്യത്തിലാണ് കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങൾ കൂടി പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടേതാണ് കെട്ടിടം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ അപ്രേം കാലം ചെയ്തു. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മുതിർന്ന മെത്രാപ്പൊലീത്തയും സഭാ തലവനുമായിരുന്നു. നീണ്ട 57 വർഷമാണ് അദ്ദേഹം സഭാ തലവനായിരുന്നത്. ഖബറടക്കം ജൂലൈ 10 നടക്കും. ഏതാനും മാസങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. ചികിത്സയിലിരിക്കെ
ഇന്ന് രാവിലെ 9:58 തൃശ്ശൂരിലെ സൺ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. തൃശ്ശൂരിലെ മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും കൊച്ചുമറിയത്തിൻ്റെയും 4ാമത്തെ മകനായി 1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേം ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമായിരുന്നു. ജോർജ് ഡേവിസ് മൂക്കൻ എന്നായിരുന്നു ആദ്യനാമം. 1961 ജൂൺ 25 ഷൊമ്മാശനായും പിന്നീട് 1965 ജൂൺ 13 കശീശയായും മാർ തോമ ധർമ്മോയിൽ നിന്ന് പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു. 28ാം വയസ്സിൽ മാർ അപ്രേം മെത്രാപ്പോലിത്തയായപ്പോൾ അതുവരെയുള്ള ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മെത്രാനായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 70ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. യാത്രാവിവരണങ്ങൾ, ജീവചരിത്രം, ആത്മകഥ, ഫലിതം, സഭാചരിത്രം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും എഴുതി. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഷാർജയിൽ അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. മാർ അപ്രേം മെത്രാപ്പൊലിത്തയുടെ പൊതുദർശനം ജൂലൈ 8, 9 തീയതികളിൽ തൃശ്ശൂർ മർത്തുമറിയം വലിയ പള്ളിയിൽ നടക്കും. 10 ഉച്ചയ്ക്ക് 1 മണിക്ക് കുരുവിളയച്ചൻ പള്ളിയിലാണ് ഖബറടക്കം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ചൊവ്വാഴ്ച സൂചന പണിമുടക്ക് നടത്തുമെന്ന് ബസ് ഉടമ സംയുക്ത സമിതി വ്യക്തമാക്കി. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. ജൂലൈ 9 ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി സീനിയർ സിറ്റിസൺസ് ആൻഡ് പെൻഷനേഴ്സ് ജോയിന്റ് ആക്ഷൻ ഫോറം. ഷൊർണൂരിൽ ആക്ഷൻ ഫോറം റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത പാർലമെന്റായി പാർലമെന്റ് മാറി. ഒരു 2 രാഷ്ട്രീയ പാർട്ടികളെ, പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടുകൂടി മാത്രം ഇന്ത്യ രാജ്യത്ത് BJPക്ക് ഭരിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് കർഷക സമരത്തിന്റെയും തൊഴിലാളി സമരത്തിന്റെയും ഗുണമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഈ 23ാമത് ദേശീയ പണിമുടക്കിലേക്ക് നമ്മൾ പോകുന്നത്. 23ാമത് ദേശീയ പണിമുടക്ക് നടക്കുമ്പോൾ SCFWA പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. AIPRPA ഏരിയ കൺവീനർ TR സന്തോഷ് കുമാർ, AIBDPA ജില്ലാ പ്രസിഡന്റ് K. വേണുഗോപാലൻ, CGPA സംസ്ഥാന ട്രഷറർ K. ശശിധരൻ, AILRSA വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, KSSPU ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, DRPU ഡിവിഷൻ സെക്രട്ടറി R. മണി എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ, ജനവിരുദ്ധ, തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെയും മുതിർന്ന പൗരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെയുമാണ് ജൂലൈ 9 ദേശീയ പണിമുടക്ക്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ജീവനക്കാരിയുടെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും മോഷ്ടിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു. കുളപ്പുള്ളി സ്വദേശിനി സജ്ജനയുടെ മാലയും ഫോണുമാണ് കവർന്നത്. റെയിൽവേ പോലീസും യാത്രക്കാരും പിന്തുടർന്നതോടെ മാല വഴിയിൽ ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാത്രി 11:30 ഷൊർണൂരിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോകുന്നതിനായെത്തിയ കുളപ്പുള്ളി ചാത്തൻകുന്നത്ത് വീട്ടിൽ 37 വയസ്സുള്ള സജനയുടെ 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും 20,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും മോഷ്ടിച്ചാണ് പ്രതി മുങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കഴുത്തിലെ മാല പൊട്ടിച്ച് പ്രതി ഓടിയത്. റെയിൽവേ പോലീസും യാത്രക്കാരും മോഷ്ടാവിനെ പിന്തുടർന്നതോടെ സ്വർണ്ണമാല വഴിയിൽ ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. യുവതി നൽകിയ പരാതിയെ തുടർന്ന് റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കനത്ത മഴയിൽ മണ്ണൂരിൽ വീട് തകർന്നു. മണ്ണൂർ 6-ാം വാർഡിൽ കിഴക്കുംപുറം കല്ലംകാട് വേലായുധന്റെ ഓടിട്ട വീടാണ് തകർന്നത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
PC സുമ വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വീടിന്റെ മുക്കാൽ ഭാഗവും തകർന്ന നിലയിലാണ്. KSSPU പെരിങ്ങോട്ടുകുറിശി യൂണിറ്റ് 34ാമത് വാർഷിക കൺവെൻഷൻ നടന്നു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാസമാണ് നമ്മളെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പഞ്ചായത്തിൽ വരികയും ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. പക്ഷെ അത് വളരെ ഒരു നഷ്ടമായ കാര്യമാണ്. എന്നിട്ടാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ വിളിച്ചത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഘടന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പെൻഷനേഴ്സ് ഇപ്പോൾ നിങ്ങൾ ഈ റിട്ടയർഡായ ആളുകളുടെ 10-60 വർഷം മുമ്പുള്ള ആ ഒരു കഠിനാധ്വാനമാണ്. HH ഹാളിൽ നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഫുട്ബോൾ, മറ്റു കായിക മത്സരങ്ങൾ എന്നിവയിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിറ്റിൽ പുതുതായി അംഗത്വമെടുത്തവരെ ആദരിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ KP ബാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി VS സുരേന്ദ്രനാഥൻ മാസ്റ്റർ, ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റി കൺവീനർ വത്സല ദേവി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാമനാഥൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ KB ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ലഹരിയുടെ മായാവലയത്തിലകപ്പെട്ട് ജീവിതം നഷ്ടമായവരുടെ കഥ പറയുന്ന ചൂരൽ നാടകാവതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ SN കോളേജിലെ 1984-86 കൊമേഴ്സ് ഗ്രൂപ്പിന്റെ ഒത്തുചേരൽ ചെറുതുരുത്തി റിവർ റിട്രീറ്റിൽ നടന്നു. ബാച്ചിലെ 50ഓളം പേരിൽ 45 പേരും പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിച്ച വിനോദ് കുമാർ, ഗീത, ജസ്സി, ഷീബ എന്നിവരെ പൊന്നാട അണിയിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഹംസ, വിനോദ് കുമാർ, പത്മജ മേനോൻ, KC സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷൊർണൂർ കൊച്ചി പാലത്തിനു സമീപം വെളുത്ത പശുവിനെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. രാത്രിയിൽ ഏതോ വാഹനമിടിച്ച് പശു ചത്തതാകാമെന്നാണ് കരുതുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി ജഡം മാറ്റി. ഉടമയെ കണ്ടെത്താനായിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നിപ്പ വ്യാപനം തടയുന്നതിന് കർശനവും സൂക്ഷ്മവുമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവ്. വ്യാജ പ്രചരണവും പ്രസ്താവനകളും നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പരക്കെ പ്രതിഷേധം. പാലക്കാട് DMO ഓഫീസിലേക്കും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂരിൽ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ്. തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും മുഖ്യ ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം. ജൂലൈ 9 ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി സീനിയർ സിറ്റിസൺസ് ആൻഡ് പെൻഷനേഴ്സ് ജോയിന്റ് ആക്ഷൻ കൗൺസിൽ. ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച്. വാണിയംകുളത്ത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. നിലംപൊത്തിയത് സംസ്ഥാന പാതയോരത്ത് മാന്നന്നൂർ റോഡിന് സമീപത്തെ പച്ചക്കറിക്കട പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടം. ആളപായമില്ല. വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ അപ്രേം കാലം ചെയ്തു. വിട പറഞ്ഞത് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മുതിർന്ന മെത്രാപ്പൊലീത്ത. ഖബറടക്കം ജൂലൈ 10. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.